കണ്ണു തുറക്കാത്ത ഹൃദയമില്ലാത്ത ഭരണാധികാരിയാണ് ഈ നാട് ഭരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ സമരത്തെ കാണാതെ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമര ശക്തിക്ക് മുന്നിൽ, ഈ സ്ത്രീകളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ തോറ്റുമടങ്ങുക മാത്രമേ നിങ്ങൾക്ക് നിവൃത്തിയുള്ളൂ. 36 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരം സ്ത്രീകൾ നടത്തുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത ഒരു സമരമാണ്. വളരെ പ്രയാസകരമായ, അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഈ സമരത്തിന് വന്നിരിക്കുന്നത്. വെയിലുകൊണ്ട്, മഴ കൊണ്ട് പട്ടിണി കിടന്ന് സമരം ചെയ്യുകയാണ് എന്നുള്ളത് അത് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. അത് ഒരുപക്ഷെ ഈ AC റൂമുകളിലും ചില്ലുമേടകളിലും ഇരിക്കുന്ന ഭരണാധികാരികൾക്ക് അതിന്റെ പ്രയാസങ്ങൾ മനസ്സിലാവില്ല. ഇവിടുത്തെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതം, ഒരു നാടിനെ മുന്നോട്ട് നയിക്കാൻ എത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നുണ്ട് താഴേക്കിടയിലുള്ള ജനതകൾ എന്നുള്ളത്. നമ്മുടെ ആരോഗ്യരംഗം നമ്പർ 1 ആണ് എന്നതാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും നാൾക്കുനാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ നമ്പർ 1 ആക്കുന്നതിന് അഹോരാത്രം പണിപ്പെടുന്ന ഒരു വിഭാഗം ആരാണ് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ ആശമാരാണ്. നിങ്ങൾ നടത്തുന്ന അധ്വാനം, നിങ്ങൾ നടത്തുന്ന സേവനങ്ങൾ ഒരു കൂലിയും പ്രതീക്ഷിക്കാതെ വലിയ വരുമാനങ്ങൾ കിട്ടുമെന്ന് യാതൊരു ആഗ്രഹവുമില്ലാതെ ആശയറ്റ ആശമാരാണ് ഈ നാടിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. പക്ഷേ അവരുടെ ആശ പൂർത്തീകരിക്കാൻ അവർ മുന്നോട്ട് വെച്ച ഈ ഡിമാൻഡ്, മിനിമം കൂലി 233 രൂപ കൊണ്ടൊരു ദിവസം ഒരു കുടുംബത്തിന് പുലരാൻ കഴിയില്ല എന്നുള്ള വളരെ വ്യക്തമായ കാഴ്ചപ്പാട്. ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, തങ്ങളുടെ കുട്ടികളെ പറ്റാൻ സാധിക്കുന്നില്ല, ഒരു രോഗം വന്നാൽ ചികിത്സിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ 24 മണിക്കൂറും ഈ നാടിന് വേണ്ടി സേവനം ചെയ്യുന്നു. ഓരോ ദിവസവും വീടുകൾ കയറിയിറങ്ങി കണക്കുകൾ ശേഖരിക്കുന്നു. ഓരോ അസുഖങ്ങൾ എന്താണെന്ന് കണ്ടെത്തി ഹെൽത്ത് റിപ്പോർട്ട് നടത്തുന്നു. ഇവിടുത്തെ JPHമാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ ഭരണാധികാരികൾക്ക് കണ്ണു തുറക്കുന്നില്ല. കണ്ണു തുറക്കാത്ത, ഹൃദയമില്ലാത്ത ഭരണാധികാരിയാണ് ഈ നാട് ഭരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ സമരത്തെ കാണാതെ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമര ശക്തിക്ക് മുന്നിൽ, ഈ സ്ത്രീകളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ തോറ്റുമടങ്ങുക മാത്രമേ നിങ്ങൾക്ക് നിവൃത്തിയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ തോറ്റുപോകും. ഇവിടെ പണിയെടുക്കുന്നവരാണ്, ഇവിടെ അധ്വാനിക്കുന്നവരാണ്, നിങ്ങളുടെ മറ്റ് സൗകര്യം കണ്ട് ഇവിടെ നിൽക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ആശമാരുടെ ഈ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ അത് നിറവേറ്റാൻ ആവശ്യമായ പ്രഖ്യാപനത്തിൽ അതിന്റെ ചർച്ചയിലേക്ക് കടക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇന്നലെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ വളരെ പരിഹാസത്തോടെ ഒരു തരത്തിലും ഇത് അനുകൂലമായ സമീപനമാണ് എന്ന് നമുക്ക് ആ വാക്കുകളിൽ തോന്നാൻ കേട്ടിട്ടില്ല. 35 ദിവസത്തിന് ശേഷം പ്രതികരിച്ചിട്ടും ഈ സമരത്തെ ഞങ്ങൾ കാണുന്നു, അവരുമായിട്ട് ഞങ്ങളൊന്ന് ചർച്ച ചെയ്യും, അവരെ ഞങ്ങൾ വിളിച്ചിരുത്തും എന്നൊരു വാക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പറയണ്ടേ? നിങ്ങൾ എത്ര സമരം നടത്തിയതാണ്, എത്ര സമരം കണ്ടവരാണ്? ആ സമരങ്ങൾ എങ്ങനെയാണ് അവസാനിപ്പിക്കുക? ചർച്ച നടത്തി യുക്തമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുമെന്ന് ഇവിടുത്തെ സ്ത്രീകളോട്, ഈ തൊഴിലെടുക്കുന്ന തൊഴിലാളികളോട് പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറാകണം. അങ്ങനെ പ്രഖ്യാപിക്കുന്നത് വരെയുള്ള സമര പരിപാടികളുമായിട്ടാണ് പോകുന്നത്. ഇവിടെ കിടന്ന് സമരം ചെയ്യാൻ നിങ്ങൾ ഈ റോട്ടിൽ കിടന്ന് സമരം ചെയ്യുന്നത് ഈ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നാളെയിലെ തലമുറകൾക്ക് വേണ്ടി കൂടിയാണ്. ഈ ഇന്ത്യയിലെ ഒരുപക്ഷെ 26,125 ആശമാരുണ്ട് എന്ന് പറയുമ്പോൾ ഈ ആശമാരൊന്നും ഇവിടെ എത്തിയിട്ടില്ലല്ലോ എന്നതായിരിക്കും നാളത്തെ പരിഹാസം. വളരെ ചെറിയൊരു ഭാഗം മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നതായിരിക്കും നാളത്തെ പരിഹാസം. എന്തുകൊണ്ട് എത്താതിരിക്കുന്നു? തദ്ദേശ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ CPM ആണ് ഏറ്റവും ഭൂരിഭാഗമുള്ളത്. ആ CPM നിയന്ത്രിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ അവരാണ് ആശമാരെ തീരുമാനിക്കുന്നത്. അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണ്. പക്ഷേ നിങ്ങളോടൊപ്പം വന്നിരിക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം ഭീഷണിയാണ് അപ്പുറത്തെ. ആ ഭീഷണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
നിങ്ങൾ തളർന്നു പോകരുത്.